ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല എന്താണ് ഗുഡ് മോർണിംഗ് എന്ന്. വെളുപ്പിന് 5 മണിക്ക് ഗുഡ് മോർണിംഗ് അല്ലേ പിന്നെ പറയേണ്ടത്. അങ്ങനെ ഓർക്കുന്നുണ്ടാവില്ല. ഈ വെളുപ്പിന് 5 മണിക്ക് ഈ കെട്ടി ഒരുങ്ങി കെട്ടി ഇത് എവിടെ പോകണമെന്ന് ഓർക്കുന്നുണ്ടാവില്ല. അപ്പോൾ വേറൊന്നുമല്ല, വെളുപ്പിന് നടക്കാൻ വേണ്ടി പോകണേട്ടോ. പോണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എവിടെ പോകുന്നതിന് മുമ്പ് നടയിലൊന്ന് നിന്നൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് തൊഴുത് ഞാനും എൻ്റെ കൂട്ടുകാരത്തി മെൽനയും കൂടി ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കണം കേട്ടോ. ആ ലക്ഷ്യം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ വെളുപ്പിന് 5 മണിയായതോടുകൂടി തന്നെ നമുക്ക് എന്താ പറയുക, അധികം ആളുകളൊന്നും റോട്ടിലുണ്ടാവാറില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊരു പള്ളി ഉള്ളതുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ കാണും കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങളത് ഈ പള്ളിയുടെ മുറ്റത്തെത്തിയിട്ട് ഇവിടെ എത്തിയിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളിത് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചാണ്, ദൈവം ഈ പട്ടി ഒന്നും ഉണ്ടാവല്ലേന്ന്. ഇഷ്ടംപോലെ പട്ടികൾ വരുന്ന വഴി കണ്ടിട്ടാ. പേടിയാണ് വെളുപ്പാങ്കാലത്തുള്ളൊരു നടപ്പ്, കുറച്ച് റിസ്ക്കാണ്. എങ്കിലും ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ അങ്ങനെ നടക്കണേ കേട്ടോ. അങ്ങനെ ഈ കാണുന്ന ഇത് കണ്ടു. ഇവിടെയാണ് കേട്ടോ ഞാൻ അംഗനവാടി മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ പുതുക്കി പണിതത് കൊണ്ട് ഞാൻ പഠിച്ച ആ സമയത്തുള്ള ബിൽഡിംഗ് അല്ല, ഇപ്പോൾ ഇതിപ്പോൾ പുതിയ ബിൽഡിങ്ങാണ്. അങ്ങനെ പള്ളിമുറ്റത്തൊക്കെ ഒന്ന് പിന്നെ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് നടന്ന് നേരെ ഈ മാതാവിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ ഈ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ ഒരു മാതാവിൻ്റെ രൂപം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ഒന്നൊന്നും പ്രാർത്ഥിക്കുന്നത് ദിവസമൊക്കെ ഒന്ന് നല്ലതായി കിട്ടണമല്ലോ. പിന്നെ ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ പെയ്തു. അപ്പോൾ അവർ ഓടിയതുപോലെ ഞങ്ങൾ ഓടില്ല, ഞങ്ങൾ നടന്നോടി. ആ മുഖത്ത് സന്തോഷം കണ്ടു, സ്ഥലത്തെത്താറായി അതിൻ്റെ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും ഓർക്കും, വെളുപ്പിന് നടക്കുന്നത് കൊണ്ട് ഓർക്കും ആരോഗ്യമൊക്കെ നോക്കുന്ന കുട്ടികളാണെന്ന്. അല്ല കേട്ടോ, ആരോഗ്യം നോക്കാറൊന്നുമില്ല. ഇതൊരു രസം. വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് വരുന്നു, നേരെ വലിഞ്ഞ് നടക്കുന്നു, എന്നിട്ട് നേരെ ഈ ചായക്കടയിൽ കയറുന്നു, ഒരു കാപ്പി കുടിക്കുന്നു. അപ്പോൾ ഞാൻ കട്ടൻ കാപ്പിയാണ് സാധാരണ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നും കൊണ്ട് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കും, ഒന്ന് റിലാക്സ് ചെയ്യും. കുറേ പരിചയക്കാരുണ്ട്, അവരോടൊക്കെ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കും. അപ്പോൾ അവരൊക്കെ അങ്ങനെ വീഡിയോയിൽ കൊണ്ടുവന്ന് ശരിയല്ലല്ലോ. പിന്നെ ഈ മെല്ലയുടെ ഈ ചായ കൂടി കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഗുപ്തന് ചായ ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ആ ഡയലോഗാണ് കേട്ടോ ഓർമ്മ പോകുന്നത്. അങ്ങനത്തെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് പരിചയക്കാരെയൊക്കെ കാണും, മിക്കപ്പോഴും കാണാറുണ്ട്. എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിക്കും. പിന്നെ ഈ കടികളൊക്കെ കണ്ട, ഈ വെളുപ്പിനെ ഉണ്ടാക്കുന്ന കടികളാണ്, നല്ല ചൂട് നല്ല ഫ്രഷ് കടികളാണ്. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ. ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ പള്ളി എത്തുന്നതിന് മുമ്പ് ഈ പുണ്യാളൻ്റെ രൂപം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ ഈ പുണ്യാളൻ്റെ പള്ളിയിൽ കയറണത്, ഈ നടയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണത്. അങ്ങനെ പുണ്യാളൻ്റെ നടയിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാ ഇന്നത്തെ ദിവസം നല്ലതാക്കി തരണം, ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ഇതാക്കി കേട്ടോ. അപ്പോൾ ഈ വരുന്ന വഴിക്കും പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം പരിചയക്കാരെയൊക്കെ കാണും. എല്ലാവരോടും സംസാരിച്ച് മിണ്ടി നേരെ വീട്ടിലോട്ട് വരും. അതൊരു രസം അല്ലേ.